നമുക്കിന്ന് നല്ലൊരു ചിക്കൻ ചുക്കയുടെ റെസിപ്പി നോക്കാം അല്ലേ. അപ്പത്തിൻ്റെയും പൊറോട്ടയുടെയും ഒക്കെ കൂടി അടിപൊളിയാണ്. ഇതിനാദ്യം ബിരിയാണിക്കൊക്കെ ചെയ്യുന്ന പോലെ സവാള നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നല്ല നേരിയതായിട്ട് അരിഞ്ഞ സവാളയിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് തിരുമ്മി ഫ്രൈ ചെയ്താൽ നല്ല ക്രിസ്പി ആയിട്ട് സവാള പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും. ഇതൊരു ഗോൾഡൻ കളർ ആകുന്നവരെ മതി, അതിലും മൂത്ത് പോകരുത്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഫ്രൈ ചെയ്തെടുത്ത് ഇത് നന്നായിട്ടൊന്ന് കൈകൊണ്ട് തന്നെ പൊടിച്ച് മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ ക്ലീൻ ചെയ്ത ചിക്കനിലേക്ക് നമുക്ക് മസാലപ്പൊടികളായിട്ട് കാശ്മീരി ചില്ലി പൗഡറും മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് അധികം പുളിയില്ലാത്ത തൈരും കുറച്ച് നാരങ്ങ നീരും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് 1 മണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെക്കാം. പിന്നെ ഒരു പാനിലേക്ക് ഓയിൽ ഒഴിച്ച് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഓൾ സ്പൈസസും ചോപ്പ് ചെയ്ത ഗാർലിക്കും ഗ്രീൻ ചില്ലിയും ടൊമാറ്റോയും കൂടെ ചേർത്ത് നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കാം. ഇതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അടച്ചു വെച്ച് വേവിക്കാം. വേറെ വെള്ളമൊന്നും ആഡ് ചെയ്യല്ല, ഈ ചിക്കനിൽ നിന്നുള്ള വെള്ളം തന്നെ ഇറങ്ങി വരും. ആ ടൈമിൽ നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും കൂടെ ചേർത്ത് നന്നായിട്ട് ജ്യൂസി ആകുന്ന വരെ ചിക്കൻ വേവിച്ചെടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് പെരുംജീരകത്തിൻ്റെ പൊടിയും കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. പിന്നെ അവസാനമായിട്ട് കുറച്ച് മല്ലിയിലയും കൂടെ തൂകിയ അടിപൊളിയായിട്ടുള്ള ചിക്കൻ ചുക്ക റെഡിയായി.